ബാദുഷിക മലയാള സിനിമയിൽ പല പല റോൾസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ബിസി ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരു നിമിഷം പോലും ഫോണിന് പോലും റെസ്റ്റ് ഇല്ല. അപ്പം ഇത്രത്തോളം മലയാള സിനിമയിൽ സജീവമാകാനായിട്ടുള്ള ഒരു പാഷൻ എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് എന്താണ് സിനിമയിലുള്ള പാഷൻ എന്താണ്? അതെ, കാരണം ഭയങ്കര ആഗ്രഹമാണ് സിനിമ. അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹമാണ്, സ്വപ്നമാണ് എല്ലാവരുടെയും. തീർച്ചയായിട്ടും. അപ്പം എല്ലാ മികച്ച കുറേ ഹിറ്റ് സിനിമകളിൽ നമ്മൾ ബാദുഷികനെ കണ്ടിട്ടുണ്ട്. എപ്പോഴും മുന്നണിയിലായിരിക്കില്ല, പിന്നണിയിലെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളിലാണ് കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുന്നണി വിട്ട് പിന്നണി തിരഞ്ഞെടുത്തത്? ഇപ്പം മുന്നണിയിലുണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് പടങ്ങളിലുണ്ട്. ഒരുപാട് സമയമാകുമ്പോൾ മുന്നണിയിലോട്ട് വരാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു കുറേ കാര്യങ്ങൾ മലയാള സിനിമ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റത്തിനനുസരിച്ച് എല്ലാ കാലത്തും ഒന്നുപോലെ ബാദുഷികയുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ പോസിറ്റീവായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും. കാര്യം സിനിമ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ജനറേഷൻ വരുമ്പോഴും അവരുടെ ഇഷ്ടത്തിനുള്ള സിനിമ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ആ ജനറേഷൻ്റെ ഒപ്പം നമ്മളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഇന്ന് മലയാള സിനിമ എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പേടിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാശ് മുടക്കണ ആൾ എപ്പോഴും ഒന്ന് പേടിച്ചിട്ട് വേണം സിനിമയിൽ ഇറങ്ങാൻ. തീർച്ചയായിട്ടും. അപ്പോൾ മലയാള സിനിമ ഇനി ഒരു വമ്പം പ്രൊജക്റ്റിൻ്റെ എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടോ? ഞങ്ങൾക്ക് തരാനുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ഞാൻ ഇനി അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഫഹദ് ഫാസിലുമായിട്ടാണ്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ അനൗൺസ്മെന്റും കാര്യമെല്ലാം വരും. ഓക്കെ. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം, ഒരു വമ്പൻ പടം അല്ലേ? ഒരു പാൻ ഇന്ത്യൻ പടമാണോ അത്? പാൻ ഇന്ത്യൻ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു നല്ല പടമാണ്. ഫഹദ് ഫാസിലാണോ മെയിൻ ആയിട്ട്? വേറെ ബാക്കിയുള്ള ഒന്നും തീരുമാനമായിട്ടില്ല. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബാദുഷിക. താങ്ക് യു സോ മച്ച്.